2023 കേരള മൈഗ്രേഷൻ സർവേയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഏകദേശം 4 മില്യൺ ആയിട്ടുള്ള മലയാളികളാണ് പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യ താമസിക്കുന്നത്. നമ്മളിപ്പോൾ US നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അനധികൃതരായിട്ടുള്ള ഇല്ലീഗൽ മൈഗ്രൻസ് അവരുടെ ഒരു കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഗുജറാത്തിക്കാരുണ്ട്, പഞ്ചാബികളുണ്ട്, ഹരിയാനക്കാരുണ്ട്, മറ്റ് സംസ്ഥാനത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു മലയാളിയെയും കാണാൻ വേണ്ടി സാധിക്കില്ല. ഏകദേശം 3 US മിലിറ്ററി എയർക്രാഫ്റ്റ് അമൃത്സറിൽ ആ എയർപോർട്ടിലേക്ക് വന്നിറങ്ങി. അതിലൊന്നും മലയാളികളില്ല. യഥാർത്ഥത്തിൽ നമുക്ക് അഭിമാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ? കാരണം ഒരുപാട് മലയാളികൾ പുറത്ത് താമസിക്കുന്നുണ്ട് എന്നിരിക്കെ ഇല്ലീഗലായിട്ട് ആരും US കടന്നു കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിന്റെ കൂടുതൽ ഈ വിഷയത്തെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്ന് പറയാമോ? ഇതിനെ പറ്റിയിട്ടൊരു റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരുന്നു ഒരു 2 ദിവസം മുമ്പ്. സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഗുജറാത്ത് ഏറ്റവും കൂടുതൽ പഞ്ചാബാണ്, പഞ്ചാബ് കഴിഞ്ഞ ഹരിയാന കഴിഞ്ഞ് ഗുജറാത്ത്, അത് തന്നെ ഹിമാചൽ പ്രദേശും അവരിവരായിട്ട് ഹരിയാന ഇപ്പോൾ ഈ പറഞ്ഞ 1-2 പേര് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ. പക്ഷെ ദക്ഷിണ സംസ്ഥാനങ്ങൾ കർണാടക ആവട്ടെ, ആന്ധ്രയാവട്ടെ, തെലങ്കാന, തമിഴ്നാട്, കേരളം, ഇവിടുന്ന് ആരെയും കാണാനില്ല. അതിനെന്താ കാരണം? ഇപ്പൊ നമ്മൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. 1,70,70,000 പേരുണ്ടെന്നാണ് US ഗവൺമെന്റ് ഐസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് പറയുന്നത്. അതിൽ വന്നേക്കണ ഒരു മാക്സിമം ഒരു 10-500 പേരെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയും ഓൾമോസ്റ്റ് 1,65,000-70,000 പേര് ഇനി അവിടെ കിടക്കും. ഇതിൽ മലയാളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കും, അതിൽ സംശയമില്ല. പക്ഷെ ഒരു ആവറേജ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അവിടുന്ന് പോകുന്ന ആൾക്കാർ ലീഗൽ റൂട്ടിൽ കൂടെയാണ് പോകുന്നതെന്ന് ക്ലാരിറ്റി ഉണ്ട്. എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ലീഗൽ റൂട്ടാണ്. ഇവർ ഈ ഡങ്കി റൂട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അത് ആദ്യം വെനസ്വേലയിലെത്തും അല്ലെങ്കിൽ ബ്രസീലിലെത്തും, അവിടുന്ന് ട്രക്ക് ചെയ്തിക്കൊണ്ട് ഈ പറഞ്ഞ കടലും ഈ പറഞ്ഞ പുഴയും കടന്ന് കടലിൽ ബോട്ടിൽ കൂടെ ചെറിയ ബോട്ടിൽ പോയി അവസാനം മെക്സിക്കോയിൽ എങ്ങനെയെങ്കിലും എത്തി അവിടുന്ന് ഈ പറഞ്ഞ മാരെ ചുമര് ചാടി കിടന്ന് അപ്പുറത്ത് കിടന്ന് US കിടക്കുന്നു, അല്ലെങ്കിൽ കാനഡയിൽ പോയിട്ട് കാനഡയിൽ നിന്ന് ഇവർ US കിടക്കുന്നു. അതാണ് US ഗവൺമെന്റ് പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആണ്, ഇവർ ലീഗലായിട്ടല്ല വന്നത്. അപ്പൊ നാച്ചുറലി ഇവരെ പിടിച്ച് US ഗവൺമെന്റ് ഇപ്പോഴത്തെ അവരുടെ ഇത് പ്രകാരം ഭാരതത്തിൽ മാത്രമല്ല ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ബാക്കി രാഷ്ട്രങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഇത് തിരിച്ചു പറഞ്ഞയക്കുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി കേരളത്തിലെ ആൾക്കാർ എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, നമ്മളൊരു ലീഗൽ റൂട്ടിൽ കൂടെ ആയിരിക്കും നമ്മൾ പോയിട്ടുണ്ടാവുക, അതിൽ സംശയമില്ല. പക്ഷെ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, അത് നമുക്ക് ഇപ്പം അറിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിന്റെ കണക്കുകളൊക്കെ പുറത്തു വരും. പക്ഷെ ഇപ്പോഴുള്ള ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ നോർത്ത് ഇന്ത്യ എന്നാണ് കൂടുതൽ, അതിൽ പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. പഞ്ചാബിക്കാർ എന്താ അത്ര കൂടുതൽ പുറത്തു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അല്ല, ഇവര് 70 തൊട്ട് തന്നെ യുഗാണ്ട അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആഫ്രിക്കയിലേക്ക് കുറെ സ്ഥലത്തേക്ക് കൂടി മാറിയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് യുഗാണ്ടയിൽ നിന്ന് പിന്നെ ഇതി അമീൻ ഇവരെ പിടിച്ച് പുറത്താക്കിയപ്പോഴാണ് ഇവർ കുറെ പേര് UK ഈ പറഞ്ഞ മാതിരി US പോയത്. നമ്മുടെ കാഷ് പട്ടേലിന്റെ അച്ഛനമ്മയൊക്കെ അങ്ങനെയാണ് അവർ US പക്ഷെ അവര് ഈ പറഞ്ഞ മാതിരി ഗുജറാത്തികൾ ട്രേഡിങ് കമ്മ്യൂണിറ്റിയാണ്. അവർ അവിടെ ഹോട്ടലുകളും കടയും ഒക്കെ തുടങ്ങി. അവിടെ പോയി കഴിഞ്ഞാൽ US പോയി കഴിഞ്ഞാൽ കാണാം ഓൾമോസ്റ്റ് ഒരു 70-80% ഇന്ത്യൻസ് ഓൺ ചെയ്യുന്ന മോട്ടൽസ് എന്ന് പറയും. മോട്ടർ ഈ റോഡിന്റെ തൊട്ടടുത്തുള്ള ഹോട്ടലുകൾ ഓവർനൈറ്റ് സ്റ്റേന് വേണ്ടിയിട്ട് മോട്ടൽസ് ഒക്കെ റൺ ചെയ്യുന്ന ഗുജറാത്തികളാണ്. അതേമാതിരി അവിടെ മോം ആൻഡ് പോപ്പ് സ്റ്റോഴ്സ് എന്ന് പറയും, ചെറിയ കടകളുണ്ട്. ഈ കോർണർ സ്റ്റോറിൽ നമ്മുടെ അവിടെ ചെറിയ പെട്ടിക്കടകൾ കാണില്ല, അതുമാതിരി കടകൾ നടത്തുന്ന ഗുജറാത്തീസാണ്. അതേസമയത്ത് പഞ്ചാബികൾ പോകാൻ കാരണം ഹരിയാനയിൽ നിന്ന് പോകാൻ ഈ കാർഷിക സൈഡിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരവിടെ പോയി ഒരു ഫാമിംഗ് അല്ലെങ്കിൽ ട്രക്ക് ബിസിനസ് തുടങ്ങുന്നവർ. അത് അതേ ബിസിനസ്സാണ് അവർ ഇന്ത്യയിൽ നടത്തുന്നത്. അപ്പൊ അവർക്കറിയാം. പക്ഷെ ഈ പറഞ്ഞ മാതിരി അവിടെ പഞ്ചാബിൽ അധികം ജോലിയില്ല, ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പൊ അതല്ലാണ്ട് ഇവർ ഈ പറഞ്ഞ മാതിരി പൊളിറ്റിക്കൽ അസൈലം കിട്ടാൻ വേണ്ടി അവിടെ പോയി പറയും ഇന്ത്യൻ ഗവൺമെന്റ് ഞങ്ങളുടെ നേരെ ഖാലിസ്ഥാനിക്കാരാണെന്ന് ഞങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്നുണ്ട്, അങ്ങനെ പൊളിറ്റിക്കൽ അസൈലം കിട്ടാൻ നോക്കും. അത് ഇതുവരെ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇനിയിപ്പോ നടക്കില്ല, ട്രംപിന്റെ അണ്ടറിലാതെ ഈ പരിപാടി നടക്കില്ല, സമ്മതിക്കില്ല. അപ്പൊ തിരിച്ചു പറഞ്ഞയക്കും. അതേസമയത്ത് കാനഡയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാനഡയിലും കുറെ പേര് സിഖ് കമ്മ്യൂണിറ്റിക്കാർ കാണാം. പഞ്ചാബിൽ നിന്നുള്ള ഹരിയാനയിൽ നിന്നുള്ള കുറെ സിഖ് കമ്മ്യൂണിറ്റിക്കാർ അവിടെ ഉണ്ട്. അവരും ഇതേമാരവിടെ പോയി ഈ പറഞ്ഞ വലിയ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിച്ചെടുത്ത് അവിടെ കാർഷിക ബിസിനസ് ചെയ്ത് നന്നായി വരുന്നുണ്ട്, അത് സംശയമില്ല അതിൽ ആ കാര്യത്തിൽ. പക്ഷെ ഈ പറഞ്ഞ മാതിരി 10 പേര് പോകുന്നുണ്ടെങ്കിൽ അതിൽ 7 പേര് ഇല്ലീഗലായിട്ടാണ് പോകുന്നത്. ഈ പഞ്ചാബ്, ഹരിയാന സ്ഥലത്ത് നിന്ന് ഗുജറാത്തിൽ നിന്ന് അവർ ലക്ഷങ്ങളും കോടികളും കൊടുത്താണ് വീട് വിറ്റ് സ്ഥലം വിറ്റ് ലോൺ എടുത്താണ് പോകുന്നത്. അതേ സമയത്ത് ഈ കാണേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു തരം മലയാളികൾ അവിടെ പോകുന്നത് നമുക്കറിയാം. കുറെ നഴ്സിംഗ് സെഗ്മെന്റിൽ നിന്നുള്ള ആൾക്കാരാണ് കുറെ പേര് പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഈ നോക്കി വരുമ്പോൾ മലയാളികളുടെ ഒരു കപ്പാസിറ്റി അവിടേക്ക് എത്താനുള്ളത് ഒരു പ്രൊഫഷണൽ വേയിലാണ് അവർ ചെയ്യുന്നത്, അതിൽ സംശയമില്ല.
അതേ സമയത്ത് ഈ പറഞ്ഞ മാതിരി ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും പോകുന്നത് മിക്കതും ഈ IT സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരവിടെ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവിടുന്ന് എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് MSc US പോകും. അത് കഴിഞ്ഞ് കുറച്ച് പേര് അതിൽ PhD ചെയ്യും, പിന്നെ കുറച്ചുപേര് സ്പെഷ്യലൈസ് ചെയ്യും, കുറച്ചുപേര് H1B വിസ എടുത്ത് മാറും. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ദ മെയിൻ തിങ് ഇസ് ഓൾ അബൌട്ട്. സോ വി ഷുഡ് എൻഷുർ ദാറ്റ് ദിസ് ഇസ് നോട്ട് ഡൺ. ആൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇനി എത്ര പേരുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കും. തീർച്ചയായിട്ടും സർ. അതായത് നമ്മൾ പൂർണ്ണമായിട്ടും മലയാളികൾ ഇല്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ മറ്റു പല കണക്കുകളിലൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും നിലവിലുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് മലയാളികൾ അതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നത് മലയാളികൾക്ക് എന്ന നിലയിൽ നമുക്ക് ശരിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിരന്തരമായിട്ട്, അതായത് എന്തിനാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ്, അവർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെങ്കിലും അവരെന്തുകൊണ്ടാണ് കൈവിലങ്ങും ഇതൊക്കെ അണിയിച്ചുകൊണ്ട്, ചങ്ങലൊക്കെ അണിയിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എന്നൊരു ചർച്ച വളരെ വ്യാപകമായിട്ട് നിരന്തരമായിട്ട് അത് രൂപപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് പല ആസ്പെക്ട്സുകൾ, അതിനെ അനുകൂലിക്കുന്ന ഒരാൾക്കാരുണ്ടെങ്കിൽ മറ്റാളുകൾ അതിനെ അനുകൂലിക്കുന്നില്ല. അവർ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ആംഗിളിലാണ് അതിനെ അനുകൂലിക്കാതിരിക്കുന്നത്. എന്താണ് സാറിന് ഇതിലുള്ളൊരു ടേക്ക്? ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? മിലിറ്ററി എയർക്രാഫ്റ്റ് കൊണ്ടുവരുമ്പോൾ മിലിറ്ററി എയർക്രാഫ്റ്റിന്റെ ഉൾഭാഗം കണ്ടു കഴിഞ്ഞാൽ അറിയാം കുറെ വയറും കേബിളുകളും ഒക്കെ കിടപ്പുണ്ടാവും കംപ്ലീറ്റ് ആയിട്ട്. നമ്മുടെ കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ക്ലോസ്ഡ് അല്ല. അപ്പൊ ഇവരാരെങ്കിലും ഈ പറഞ്ഞ മാതിരി ഡിപ്രഷനിലാണ് തിരിച്ചു വരുന്നത്, കുറെ കാശ് കയ്യിൽ നിന്ന് പോയി തിരിച്ചു വരുമ്പോൾ കുറെ നേരം ഒരു 10, 18, 20 മണിക്കൂറൊക്കെ എയർക്രാഫ്റ്റിനോട് ഇരിക്കുമ്പോൾ ആൾക്കെന്നെ നല്ലൊരു ആളുടെ മൈൻഡ് തന്നെ മാറി. ഇവരെന്തെങ്കിലും ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഈ വയർ പിടിച്ച് വലിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു. ഓക്കെ, അത് കാരണമാണ് ഇവർക്ക് വിലം കിട്ടുന്നത് കയ്യിലും കാലിലും. പക്ഷെ അതേസമയത്ത് ചെയ്യാൻ പാടില്ലാണ് എൻ്റെ ഒപ്പീനിയൻ. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒരാൾ വയലന്റ് ആയിട്ട് എപ്പോഴാണ് ബിഹേവ് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിൽ കുറെ പേരെ കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന വിലം കിട്ടാൻ കൊണ്ടുവരും. ബിക്കോസ് അവർ ഈ പറഞ്ഞ ബാത്റൂമിൽ പോകുമ്പോഴോ വേറെ എവിടെയെങ്കിലും പോകുമ്പോഴോ എന്തെങ്കിലും ഒരു സൂയിസൈഡൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഡോറ് തുറക്കാൻ നോക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷെ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് വിലങ്ങൾ. പിന്നെ ഈ പറഞ്ഞ മാതിരി പഞ്ചാബികളുടെ ചില പേര് ടർബൻസ് എടുത്ത് മാറ്റി എന്ന് പറയുന്നുണ്ട്, അവരെ തലപ്പാവ് എടുത്ത് മാറ്റി എന്ന് പറയുന്നത്. അത് തെറ്റാണ്. പക്ഷെ അത് അവിടെ അവർ പറയുന്നത് ഇവർ ചിലപ്പോൾ ബാത്റൂമിൽ എവിടെയെങ്കിലും പോയി സൂയിസൈഡ് ചെയ്യാൻ നോക്കും, അതിൻ്റെ ഉള്ളിൽ കയറി എന്തെങ്കിലും ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ കഴുത്ത് ഞെക്കി അങ്ങനെ ചാവാൻ നോക്കും, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് ഇവർക്ക്. പക്ഷേ ഈ പറഞ്ഞ വിലം കിട്ടുന്നത് അത് US ഗവൺമെന്റ് ഒരു പ്രൊറോഗേറ്റീവ് ആണ്. അവർ പറഞ്ഞ ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. ലീഗൽ ആയിട്ടുള്ള പോകുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അവർ ഏത് പ്ലെയിനിൽ വേണമെങ്കിൽ കയറി പോകണം. അവർക്ക് ഇല്ലീഗൽ ആയിട്ട് വരുന്ന ആൾക്കാർ, ആൻഡ് സ്പെഷ്യലി ഇപ്പോൾ ഭാരതദേശം എന്ന് പറഞ്ഞാൽ അത്ര ക്രിമിനൽസ് അല്ല, പക്ഷേ ഈ പറഞ്ഞ വെനസ്വേല, കൊളംബിയ, മെക്സിക്കോ എന്നൊക്കെ ഉള്ള കുറെ പേര് ക്രിമിനൽസ് ആണ്. അവർ വിലങ്ങ് മാത്രമല്ല, അവർ കംപ്ലീറ്റ് ആയിട്ട് 100% സെക്യൂരിറ്റി വെച്ചാണ് അവർ തിരിച്ചു കൊണ്ടുപോകുന്നത് അവര് രാഷ്ട്രത്തിലേക്ക്. അതുമാതിരി കണ്ട് നമ്മൾ കുറച്ച് രാഷ്ട്രങ്ങൾ പറയില്ല ഞങ്ങളുടെ പ്ലെയിനിൽ പോകണം നാളെ വരെയെന്ന് പറയും. പക്ഷെ കൊണ്ടുവരുമ്പോഴും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ ചില പേരുണ്ടാവും. ഇപ്പൊ പഞ്ചാബിൽ തന്നെ അന്ന് വന്ന് ഇറങ്ങിയ ഒരു എയർക്രാഫ്റ്റില് 2 പേരെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. അവരൊരു മർഡർ കേസ് നടത്തി അവിടുന്ന് മുങ്ങിയ ആൾക്കാരാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരും ഇതിലുണ്ട്, ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ മാതിരി അവരെങ്ങാൻ കത്തിയൊന്നും കയറ്റാൻ പറ്റില്ല പ്ലെയിൻ്റെ ഉള്ളിലേക്ക്. പക്ഷെ എന്തെങ്കിലും അവർ ചെയ്തു കഴിഞ്ഞാൽ, അടുത്തിരിക്കുന്ന ഒരു പാസഞ്ചറിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ നിർത്താൻ പറ്റില്ല. ഒരു പറക്കണ പ്ലെയിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രോബ്ലം ആയി പോകും. അതാണ് ഒരു കാരണം ഇവർ വിലം കെട്ട് കൊണ്ടിരുന്നത്. പക്ഷെ അതേസമയം ചെയ്യാൻ പാടില്ലാതെ എൻ്റെയും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ വയലന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഒരു ഈ പറഞ്ഞ മർഡർ കേസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ വിലം കെട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരണം. അതിൽ സംശയമില്ല. തീർച്ചയായിട്ടും ബൈഡൻ സർക്കാരിന്റെ കാലത്ത്, ട്രംപിന്റെ കാലത്ത് മാത്രമല്ല, ബൈഡൻ ഉള്ളപ്പോഴും നിരവധിയായിട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള കൈവിലങ്ങുകളും ചങ്ങലകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. യഥാർത്ഥത്തിൽ 2022 ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്ന് US കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏകദേശം 1 ലക്ഷത്തോളം ആളുകളോളം ഈ മെക്സിക്കൻ കാനഡ ബോർഡർ വഴി US കടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അവരെയൊക്കെ പിടികൂടിയിട്ടുണ്ട് എന്ന പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ഇതിൽ യഥാർത്ഥത്തിൽ ഈ കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഒരു രാജ്യത്തിനും. പക്ഷെ അതിനെ കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചില സുഡാപ്പികളും അതോടൊപ്പം തന്നെ കമ്മികളും ഒക്കെ രംഗത്ത് വരുന്നുണ്ട്. US മാത്രമല്ല, UK അടക്കം, അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും ഈ കുടിയേറ്റക്കാർക്കെതിരെ ഒരു കോംപ്രമൈസും ഇല്ല. അത് അവരാരായാലും അവരെ തിരിച്ചയക്കും എന്നുള്ളൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യയും അതിനെ അനുകൂലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനെ നമുക്ക് പിന്തുണയ്ക്കാൻ വേണ്ടി മാത്രമല്ലേ സാധിക്കുള്ളൂ. ഇതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ റോഹിംഗ്യാസും ബംഗ്ലാദേശികളും വന്ന് കയറുമ്പോൾ നമ്മളെന്താ പറയുന്നത്, ഇവിടെ പിടിച്ച് പുറത്തേക്കാക്കണം. ഏത് രാഷ്ട്രത്തിനായാലും അവരവരുടെ ഒറിജിനൽ സിറ്റിസൺസിനെ അവർ നോക്കണം.
ഈ പറഞ്ഞ മാതിരി വെനസ്വേലയിൽ നിന്ന് വന്ന ക്രൈം ഗ്യാങ് ആയാലും മെക്സിക്കോ കൊളംബിയ എന്ന് വന്ന ഈ പറഞ്ഞ മാതിരി മർഡർ റേപ്പിസ്റ്റുകളൊക്കെ ഒന്നും അമേരിക്കയിൽ അവർ കയറ്റില്ല. അതാണ് അവർ ചെയ്യുന്നത്. അമേരിക്ക ഈസ് ഫോർ അമേരിക്കൻസ്. നിങ്ങൾ കുടിയേറി അവിടെ ചെന്നിട്ട് നിങ്ങൾ അസൈലം വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ഒരു പ്രൊറഗേറ്റീവ് ആണ്. അവർ വേണമെങ്കിൽ ഗ്രീൻ കാർഡ് തരും, അല്ലെങ്കിൽ തരില്ല. പക്ഷെ നമുക്കത് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മാറ്റർ ഓഫ് റൈറ്റ് അല്ല അത് വേറൊരു രാഷ്ട്രമാണ്. നിങ്ങൾ ജനിച്ചത് ഇന്ത്യയിലാണ്. അപ്പൊ നാച്ചുറലി നിങ്ങൾക്ക് അവിടുത്തെ റൈറ്റ് എവിടെയാണ്? അവിടെ പോയി ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക് സിറ്റിസൺഷിപ്പ് തരണം എന്ന് പറഞ്ഞാൽ തരാൻ പറ്റില്ല. അത് മെക്സിക്കോ ആയാലും അല്ല ഈ പറഞ്ഞ മാതിരി കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും UK ആയാലും എവിടെയായാലും അവർക്ക് അവരുടെ ലോക്കൽ ലോസ് ഉണ്ട്, ചട്ടങ്ങളുണ്ട്. അത് നമുക്ക് പാലിച്ചാൻ പറ്റും. അത് കാരണം അവര് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചു വരണം. ഇപ്പൊ യൂറോപ്പിൽ നടക്കുന്നുണ്ട്, ഇത് US മാത്രമല്ല. യൂറോപ്പിൽ കഴിഞ്ഞ ആഴ്ച 300 ഇന്ത്യൻസിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ്ലി റെസ്റ്റോറന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തത്. അവരൊക്കെ തിരിച്ചു പറഞ്ഞയക്കാൻ പോവാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും ഈ പ്രോബ്ലം വരുന്നുണ്ട്. ബിക്കോസ് ഈ പറഞ്ഞ മാതിരി പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിറിയ എന്നൊക്കെ പോയ ആൾക്കാർ, ഇത്യോപ്യ എന്നൊക്കെ പോയ ആൾക്കാർ അവിടെ പോയി ഈ പറഞ്ഞ മാതിരി അവിടെ ചെന്ന് കയറി ബോട്ടുകളിൽ വന്ന് ഇറങ്ങി എങ്ങനെയെങ്കിലും അവിടെ കയറി താമസിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ ഗവൺമെന്റ് ചെലവിൽ താമസിച്ച് അവസാനം സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യണം. പക്ഷെ അവിടുത്തെ ലോക്കൽ സിറ്റിസൺസിന് അവർക്ക് ഇഷ്ടാവുന്നില്ല. അവർക്ക് നാച്ചുറലി ആരായാലും ഇത് ഇന്ത്യയിൽ നടന്നാലും നമുക്ക് പറ്റില്ല. നമ്മൾ പറയും ബംഗ്ലാദേശിയുടെ വേണ്ട അവിടെ എന്ന് പറയും. അതേമാതിരി അവരും പിടിച്ച് പുറത്തേക്കാക്കുകയാണ്. അമേരിക്ക പറയുന്നത് അമേരിക്ക ഈസ് ഫോർ അമേരിക്കൻസ്. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. എക്സെപ്റ്റ് സ്പെഷ്യലൈസ് സ്കിൽസ്, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അമേരിക്കയ്ക്ക് വേണ്ടത്. ഇപ്പൊ പ്രസിഡന്റ് ട്രംപ് അന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. ഈ കുടിയേറ്റക്കാർ തിരിച്ചു പറഞ്ഞേക്കാർ ഞങ്ങൾക്ക് IT പ്രൊഫഷണൽസ് മാത്രമല്ല H1B വേണ്ടത്, H1B വിസയിൽ ഞങ്ങൾക്ക് വേണ്ടത് ഷെഫ്മാർ വേണം, സ്റ്റുവർഡ് ദാറ്റ് ഇസ് വെയിറ്റേഴ്സ് വേണം, അങ്ങനത്തെ സ്കിൽഡ് ജോബ്സ് ഉള്ള ആൾക്കാർ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് അത് കാരണം അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ അവർക്ക് ആൾക്കാരില്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി കോൺടാക്ട്. കാനഡ മാതിരി ഒരു രാഷ്ട്രത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ 4 കോടിയാണ്. അത് കേരള സംസ്ഥാനത്തിന്റെ ഒരു പോപ്പുലേഷന്റെ ഇക്വലന്റ് ആണ്. അവർക്ക് ആൾക്കാരില്ല അവിടെ. കമ്പനികൾ നടത്തിക്കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വേറെ പരിപാടികൾ ചെയ്യാനോ അവർക്ക് ആൾക്കാരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടായിട്ട് അവർ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ ആൾക്കാരെ, പുറത്തുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് സ്പെഷ്യലൈസ് സ്കിൽസുള്ള ആൾക്കാരെ, ഇത് ഓസ്ട്രേലിയയിൽ നടക്കുന്നുണ്ട്. അവിടുത്തെയും പോപ്പുലേഷൻ വളരെ കുറവാണ്. അപ്പൊ അവർക്ക് സ്പെഷ്യലൈസ് സ്കിൽസുള്ള ആൾക്കാരെ, എൽഡേഴ്സിന് ഇപ്പൊ യൂറോപ്പിലൊക്കെ നഴ്സിംഗ് അത്ര ഡിമാൻഡ് വരാൻ കാരണം UK കംപ്ലീറ്റ് അവിടുത്തെ എൽഡർലി പോപ്പുലേഷൻ കൂടുതലാണ്, വയസ്സായിട്ടുള്ള ആൾക്കാർ കൂടുതൽ. അപ്പൊ അവർക്ക് ഡേ കെയർ വേണം, അവർക്ക് ഇപ്പൊ നൈറ്റ് കെയർ വേണം, ഹോം കെയർ വേണ്ടവരും. അതിന് വേണ്ടിയിട്ടാണ് നഴ്സിംഗ് സ്റ്റാഫ് കുറെ പേര് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ അവർ എടുക്കാൻ റെഡിയാണ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി കുടിയേറി ഈ പറഞ്ഞ ഇല്ലീഗലായിട്ട് പോയി ചാടി കടന്ന് ബോർഡർ കടന്ന് പോകുന്ന ആൾക്കാരെ അമേരിക്ക അല്ല ഏത് രാഷ്ട്രമായാലും പിടിച്ച് പുറത്തേക്കാണ്. സർ, ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന് പല ആളുകളും ഓൺലി ക്രിമിനൽസ്, അതായത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഈ കൂടുതൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പല ഇല്ലീഗൽ ഇമിഗ്രൻസും. അതുകൊണ്ട് അവരെ കൈവിലങ്ങ് അണിയിച്ചു കൊണ്ടുവന്നിരുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിലെ എല്ലാവരെയും നമുക്ക് അത്തരത്തിലുള്ള ആളുകളാണെന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? കാരണം നിരവധി ആളുകൾ കബളിപ്പിക്കപ്പെട്ടിട്ട്, ഏജന്റുമാരാൽ കബളിപ്പിക്കപ്പെട്ടിട്ട് അവിടത്തേക്ക് ഈ ഇല്ലീഗൽ റൂട്ട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഒരു അമേരിക്കൻ സ്വപ്നം, നല്ല ജീവിത രീതി, നല്ലൊരു ലൈഫ് സ്റ്റൈല്, നല്ലൊരു സാലറി, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് അമേരിക്ക പോകുന്ന ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അവരും ഇതിലില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ മാതിരി ഈ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഇവരെല്ലാവരും ഒറ്റ കാറ്റഗറിയിലാണ് അമേരിക്കക്കാർ ട്രീറ്റ് ചെയ്യുക. അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇന്ത്യൻ ഗവൺമെന്റും ഡീൽ ചെയ്യേണ്ടി. ഇവർ വെരിഫൈഡ് ഇമിഗ്രൻസ് എന്ന് പറയുന്നത്, വെരിഫൈഡ് ഇല്ലീഗൽ ഇമിഗ്രൻസ്. ദാറ്റ് ഇസ് ഇന്ത്യൻ എംബസിയെ വിളിച്ച് വരുത്തി, ചിലവരേൽ പാസ്പോർട്ട് ഉണ്ടാവും, ചിലവരേൽ പാസ്പോർട്ട് ഉണ്ടാവില്ല, ചിലവരേൽ ട്രാവൽ ഡോക്യുമെന്റ് ഉണ്ടാവും, ചിലവരേൽ വന്ന ടിക്കറ്റ് ഉണ്ടാവും. ഇതൊക്കെ നോക്കി ഇവർ ആരാണ്, ഇവരെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇവരെ തിരിച്ചെടുക്കുന്നത്. അതാണ് ഈവൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും പറഞ്ഞത്. വി ആർ ടേക്കിംഗ് ദം ബാക്ക്. ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ പനമയിൽ കുറെ പേരെ കടത്തി വിട്ടിട്ടുണ്ട് US ഗവൺമെന്റ്. അതിൽ കുറെ ഇന്ത്യക്കാർ അവിടെയുണ്ട്. അവർ ഏതോ ഒരു കാട്ടിൻ്റെ ഏതോ ഹോട്ടലിൽ ഇട്ടൊക്കെയാണ് അവരെ കൊണ്ടുപോയി. ഇപ്പൊ ഗൊണ്ടാനാമോ ബേ തുറക്കാൻ പോകുന്നു കേട്ടു. അവിടെ കുറെ ഇന്ത്യൻസിനെ കൊണ്ടുപോയെടുത്തു. ഇന്ത്യൻസ് മാത്രമല്ല, എല്ലാവരും ഉണ്ട്, പാകിസ്ഥാനിക്കാരും ഉണ്ട്, ബംഗ്ലാദേശിക്കാരും കുറെ പേരുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഗവൺമെന്റിന് ഡീൽ ചെയ്യാൻ ഒരു ഇത്തരം പരിമിതികളുണ്ട് ഇതിൽ. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ പ്രൊറഗേറ്റീവ് അമേരിക്കൻസിനാണ്. നമ്മൾ അവിടെ ഒരു കള്ള റൂട്ടിൽ കൂടെ കയറിപ്പോയ ആൾക്കാരാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള അധികാരം അവർക്കുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും സർ, ഈ കാര്യത്തിൽ ഈ മലയാളികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ പല രീതിയിലുള്ള ചർച്ചകൾ അധികം ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിനെ കുറിച്ച് സാർ വളരെ കൃത്യമായിട്ട് സംസാരിച്ചു. എന്തായാലും അനധികൃത കുടിയേറ്റക്കാരോട് ഒരു രാജ്യത്തിനും ഒരു അനുകൂല സമീപനമോ അല്ലെങ്കിൽ മൃദു സമീപനമോ സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. അപ്പൊ എന്തായാലും ഈ ചർച്ചയായിട്ട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.